കേരളത്തിലെ 2 സർവകലാശാലകളുടെ വൈസ് ചാൻസലർ നിയമനത്തിൽ ഇതുവരെയും ഒരു തീരുമാനം ഉണ്ടാകാത്തതിന്റെ ഫലമായി സർവകലാശാലകളുടെ ഭരണം ഒരു സ്തംഭനാവസ്ഥയിലെത്തി നിൽക്കുകയാണ്. വളരെ നീണ്ട വിവാദങ്ങൾക്ക് ശേഷം ഈ സംബന്ധിച്ചുള്ള തീരുമാനം അന്തിമമായി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നപ്പോഴാണ് ഇപ്പോൾ ഇവിടെ ഒരു പുതിയ പ്രതിസന്ധി ഉടലെടുത്തിരിക്കുന്നത്. കേരളത്തിലെ നിലവിലിരിക്കുന്ന സർവകലാശാല നിയമങ്ങൾ അനുസരിച്ച് സർവകലാശാലകളുടെ വൈസ് ചാൻസലർമാരെ കണ്ടെത്തുന്നതിനായി സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാൻ കഴിയാത്തതിന്റെ ഫലമായി ആ പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി കേരള സർക്കാർ സുപ്രീം കോടതിയെ അഭയം പ്രാപിച്ചത് മുതലാണ് ഈ പ്രതിസന്ധി ഗുരുതരമായി കൊണ്ടിരിക്കുന്നത്. കാരണം നിലവിലുള്ള ചട്ടമനുസരിച്ച് UGCയുടെയും അംഗീകാരത്തോടുകൂടി സെർച്ച് കമ്മിറ്റി രൂപീകരിക്കുകയും സെർച്ച് കമ്മിറ്റിയെ യോഗ്യരായിട്ടുള്ള ആളുകളെ കണ്ടെത്തി സർവകലാശാല വൈസ് ചാൻസലർ നിയമനങ്ങൾ നടത്തുകയും ചെയ്യണം എന്നുള്ളതാണ് കീഴ്വഴക്കം. ദശാബ്ദങ്ങളായി ആ ഒരു സമ്പ്രദായമാണ് കേരളത്തിലും അതുപോലെ തന്നെ മിക്കവാറും മറ്റ് കേരളത്തിന് പുറത്തുള്ള സർവകലാശാലകളിലും ഉള്ളത്. കേരളത്തിലെ 14 സർവകലാശാലകൾക്കും പ്രത്യേകമായി നിയമസഭ പാസാക്കിയ സർവകലാശാല നിയമങ്ങളുണ്ട്. അതിൽ നേരിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ എങ്കിലും സെർച്ച് കമ്മിറ്റിയുടെ രൂപീകരണത്തിൽ ഏതാണ്ട് ഐകരൂപ്യമുണ്ട്. ഏതെങ്കിലും സർവകലാശാലയിൽ വൈസ് ചാൻസലർ ഒഴിവ് വന്നു കഴിഞ്ഞാൽ ചാൻസലർ കൂടിയായ ഗവർണർ മുൻകൈ എടുത്തിട്ട് ഒരു സെർച്ച് കമ്മിറ്റി രൂപീകരിക്കുകയും ആ 3 പേരടങ്ങുന്ന സെർച്ച് കമ്മിറ്റി വൈസ് ചാൻസലർ സ്ഥാനത്തേക്ക് യോഗ്യരായവരെ കണ്ടെത്തി ഒരു പാനൽ ചാൻസലറായി ഗവർണർക്ക് നൽകുകയും ഗവർണർ അതിൽ നോക്കി അതിനകത്ത് ഏറ്റവും യോഗ്യരായ ആളുകളെ വൈസ് ചാൻസലർ സ്ഥാനത്തേക്ക് നിയമിക്കുകയും ചെയ്യുക എന്ന ഒരു സമ്പ്രദായമാണ് വർഷങ്ങളായി ദശാബ്ദങ്ങളായി കേരളത്തിൽ നിലനിൽക്കുന്നത്. എന്നാൽ പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഈ തരത്തിലുള്ള നിയമന രീതിയിലൊക്കെ സർക്കാരിന് ഒരു ഇടപെടൽ ഉണ്ടാകണം എന്ന താല്പര്യം മുൻനിർത്തി വൈസ് ചാൻസലർമാരെ നിയോഗിക്കുന്ന രീതിയിൽ ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും മുഖ്യമന്ത്രിയുടെ അനുമതിയോടുകൂടി പ്രവർത്തിക്കാൻ അല്ലെങ്കിൽ ഇടപെടുന്നതിനായിട്ടുള്ള നീക്കങ്ങൾ ആരംഭിച്ചു. സ്വയംഭരണാവകാശമുള്ള സർവകലാശാലകളിൽ ഒരു കാരണവശാലും ഭരിക്കുന്ന സർക്കാരുകൾ വൈസ് ചാൻസലർ നിയമനത്തിൽ പ്രത്യേകിച്ചും ഇടപെടാൻ പാടില്ല എന്നാണ് നിലവിലുള്ള ചട്ടങ്ങൾ അനുശാസിക്കുന്നത്. കാരണം സർക്കാരുകൾ എപ്പോഴും രാഷ്ട്രീയ പാർട്ടികൾ രൂപീകരിക്കുന്ന മാറി മാറി വരുന്ന സംവിധാനങ്ങളാണ്. അപ്പോൾ ഏതെങ്കിലും പ്രത്യേക രാഷ്ട്രീയ കക്ഷികൾക്ക് താല്പര്യമുള്ളവരായിരിക്കാൻ പാടില്ല, തികച്ചും അക്കാദമിക വൈദഗ്ധ്യമുള്ളവരായിരിക്കണം വൈസ് ചാൻസലർമാരാകേണ്ടത് എന്ന നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് ഈ സ്വയംഭരണാധികാരം സർവകലാശാലയ്ക്ക് വിട്ടു നൽകിയതും അതിലൊരു മേൽനോട്ടം വഹിക്കുന്നതിനായി ചാൻസലർ തസ്തിക ഉണ്ടാക്കി ബഹുമാനപ്പെട്ട കേരള ഗവർണറെ ആ തസ്തികയിൽ നിയോഗിച്ചതും. ഈ കഴിഞ്ഞ പ്രാവശ്യം അധികാരത്തിലിരുന്ന ഗവർണറായിരുന്ന ബഹുമാനപ്പെട്ട ആരിഫ് മുഹമ്മദ് ഖാൻ ചാൻസലറായിരുന്ന സന്ദർഭത്തിലാണ് യഥാർത്ഥത്തിൽ ഈ വൈസ് ചാൻസലർ നിയമനത്തിൽ സർക്കാർ ഇടപെടുന്നു എന്നുള്ള ആക്ഷേപം ഗൗരവത്തിലെടുക്കുകയും അത് പാടില്ല, ചാൻസലർക്ക് ഇതിനകത്ത് പൂർണ്ണമായിട്ടുള്ള നിലവിലുള്ള ചട്ടമനുസരിച്ചുള്ള അധികാരം ഉണ്ടായിരിക്കണമെന്ന് കർശനമായി നിർബന്ധം പിടിക്കുകയും ചെയ്തു. അവിടെയാണ് യഥാർത്ഥത്തിൽ സർക്കാരും ചാൻസലറായ ഗവർണറും തമ്മിൽ ഇക്കാര്യത്തിൽ ഒരു ഏറ്റുമുട്ടൽ ഉണ്ടായത്. അദ്ദേഹം അധികാരസ്ഥാനം ഒഴിയുന്നതുവരെ ഈ അനിശ്ചിതാവസ്ഥ തുടർന്നതിന്റെ ഫലമായി കേരളത്തിലെ 12ഓളം സർവകലാശാലകളിൽ പൂർണ്ണസമയ വൈസ് ചാൻസലർമാരെ നിയമിക്കാൻ കഴിഞ്ഞിട്ടില്ല. സെർച്ച് കമ്മിറ്റി യഥായോഗ്യം രൂപീകരിക്കപ്പെട്ടാൽ മാത്രമേ വൈസ് ചാൻസലർ നിയമനത്തിന്റെ ആദ്യ ഘട്ടം എന്ന രീതിയിൽ നടപടികൾ ആരംഭിക്കുകയുള്ളൂ. സെർച്ച് കമ്മിറ്റിയിൽ ചാൻസലറുടെ പ്രതിനിധി ഉണ്ടായിരിക്കണം, UGCയുടെ പ്രതിനിധി ഉണ്ടായിരിക്കണം, അതായത് സർവകലാശാലകൾ തിരഞ്ഞെടുക്കുന്ന ഒരു പ്രതിനിധി ഉണ്ടാകണം. 3 അംഗ സെർച്ച് കമ്മിറ്റിയാണ് അപേക്ഷ ക്ഷണിച്ചോ അല്ലാതെയോ യോഗ്യരായിട്ടുള്ള അക്കാദമിക വിദഗ്ധന്മാരെ കണ്ടെത്തി പാനൽ തയ്യാറാക്കി ചാൻസലർക്ക് നൽകേണ്ടത്. അവിടെയും സർക്കാരിന് നേരിട്ട് ഇടപെടാനുള്ള ഇടമില്ല. എന്നാൽ അതിലൊക്കെ അസ്വസ്ഥത കാണിച്ചുകൊണ്ട് പലപ്പോഴും പരോക്ഷമായും പ്രത്യക്ഷമായും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടി തന്നെ ഈ നിയമനത്തിലൊക്കെ ഇടപെടാൻ തുടങ്ങിയപ്പോൾ യഥാർത്ഥത്തിൽ ചാൻസലറുമായിട്ടുള്ള സംഘർഷത്തിന്റെ മൂർച്ച കൂടി.
ഒരു ഘട്ടത്തിലായപ്പോൾ ഇതിന് പരിഹാരം ഉണ്ടാവുകയില്ല എന്ന് വന്ന് മനസ്സിലാക്കിയ കേരള സർക്കാർ ഈ വിഷയത്തിൽ പരിഹാരം തേടിക്കൊണ്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെ സമീപിച്ചു. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഈ വിഷയം പരിശോധിച്ച് ആവുന്നത്ര നിലവിലിരിക്കുന്ന ചട്ടമനുസരിച്ച് വൈസ് ചാൻസലറെ നിയോഗിക്കണം എന്നുള്ള നിരീക്ഷണങ്ങളൊക്കെ നടത്തിയെങ്കിലും പ്രശ്നത്തിന് പരിഹാരം ഉണ്ടായില്ല. പ്രശ്നം വീണ്ടും ഗുരുതരമാകുന്നു, പരിഹരിക്കാതെ തുടരുന്നു എന്ന് കണ്ടപ്പോൾ ഒടുവിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി നേരിട്ടിടപെട്ട് പതിവിന് വിരുദ്ധമായി ഒരു സെർച്ച് കമ്മിറ്റിയെ കോടതി രൂപീകരിച്ചു. അതിന്റെ ഘടന തന്നെ ഒരിക്കലും ചട്ടമനുസരിച്ചുള്ളതല്ല എന്ന ആക്ഷേപം അന്നു മുതൽ ഉണ്ടായി. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി റിട്ടയർഡ് സുപ്രീം കോടതിയിലെ ജഡ്ജിയായിരുന്ന സുധാംശു ശൂലിയ എന്ന മാന്യദേഹത്തിന്റെ അധ്യക്ഷതയിലും രണ്ട് പ്രമുഖരായിട്ടുള്ള ഇന്ത്യയിലെ വിദ്യാഭ്യാസ വിദഗ്ധരെയും ഉൾപ്പെടുത്തിയാണ് സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചത്. കോടതി നിർദ്ദേശപ്രകാരം അവർ അപേക്ഷ ക്ഷണിച്ച് ഏതാണ്ട് 20-ലധികം ആളുകളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് അതിൽ നിന്ന് മുഖാമുഖം നടത്തി വൈസ് ചാൻസലർമാരായി യോഗ്യതയുള്ള ആളുകളുടെ 5 പേരടങ്ങുന്ന ഒരു പാനൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചു. കാരണം ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഈ സെർച്ച് കമ്മിറ്റിയോട് പറഞ്ഞത്, നിങ്ങൾ തയ്യാറാക്കുന്ന ലിസ്റ്റ് അക്ഷരമാലാ ക്രമത്തിൽ സംസ്ഥാന മുഖ്യമന്ത്രിയെ ഏൽപ്പിക്കണം. മുഖ്യമന്ത്രി അത് പരിശോധിച്ച് യോഗ്യരായ ആളുകളെ മുൻഗണനാക്രമത്തിൽ ബഹുമാനപ്പെട്ട ചാൻസലർക്ക് കൊടുക്കണം. ചാൻസലർ അതിൽ നോക്കി മുഖ്യമന്ത്രിയുടെ ശുപാർശ കൂടെ സ്വീകരിച്ചുകൊണ്ട് വൈസ് ചാൻസലറെ നിയമിക്കണം എന്നുകൂടി ബഹുമാനപ്പെട്ട സുപ്രീം കോടതി നിരീക്ഷിച്ചിരുന്നു, നിർദ്ദേശിച്ചിരുന്നു. അതിൻ പ്രകാരം ബഹുമാനപ്പെട്ട ഗവൺമെന്റിന്റെ ഒരു മേൽനോട്ടത്തിൽ മുഖ്യമന്ത്രി തന്നെ ഈ ലിസ്റ്റ് മുൻഗണനാക്രമം നിശ്ചയിച്ചുകൊണ്ട് ഗവർണർക്ക് അയച്ചപ്പോൾ മുഖ്യമന്ത്രിയുടെ മുൻഗണനാക്രമം അംഗീകരിക്കാൻ ഗവർണർ തയ്യാറായില്ല. ഡിജിറ്റൽ സർവകലാശാലയിലും സാങ്കേതിക സർവകലാശാലയിലും മുഖ്യമന്ത്രി നിർദ്ദേശിച്ച 2 ആളുകളെ അവരുടെ പേരുകൾ വെട്ടിമാറ്റി, എന്നാൽ പാനലിൽ ഉൾപ്പെട്ടതായ മറ്റു 2 പേരെ ചാൻസലർ നേരിട്ട് നിയമിക്കാനായിട്ടുള്ള തീരുമാനമെടുത്തപ്പോൾ സംഗതികൾ കൂടുതൽ ഗുരുതരമായ ഒരു സാഹചര്യത്തിലെത്തി. ഇതിനും പരിഹാരം കാണുക നിവൃത്തിയില്ലാതെ വന്നപ്പോൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെ സമീപിച്ചു. സുപ്രീം കോടതി പറഞ്ഞു, ഗവർണറും ഗവൺമെന്റും തമ്മിൽ സംസാരിച്ചൊരു സമവായം ഉണ്ടാക്കി ഈ കാര്യത്തിൽ എത്രയും വേഗം തീരുമാനമെടുക്കണമെന്ന് നിർദ്ദേശിച്ചു. അതിൻ പ്രകാരം സമവായം ഉണ്ടാക്കുന്നതിനായി 2 ദിവസം മുൻപ് കേരളത്തിന്റെ നിയമമന്ത്രിയായ ശ്രീ പി രാജീവും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായ ഡോക്ടർ ആർ ബിന്ദുവും ബഹുമാനപ്പെട്ട ഗവർണറെ ലോക ഭവനിൽ പോയി സന്ദർശിച്ച് ഈ വിഷയം ചർച്ച ചെയ്തപ്പോഴും മുഖ്യമന്ത്രി നിർദ്ദേശിച്ച 2 പേരുകളും ബഹുമാനപ്പെട്ട ഗവർണർ ചാൻസലർ എന്ന നിലയിൽ സ്വീകരിക്കാൻ തയ്യാറായില്ല. മറിച്ച് ഗവർണർ അദ്ദേഹത്തിന്റെ മുൻഗണനാക്രമ രീതിയിൽ മറ്റു 2 പേരുകളെ നിയോഗിക്കുകയും ചെയ്തു. അപ്പോൾ സമവായമായില്ല എന്ന ഒരു സാഹചര്യം വന്നപ്പോൾ ആ വിവരം ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെ അറിയിക്കാൻ ആവശ്യപ്പെട്ടതനുസരിച്ച് അറിയിച്ചു. ഇപ്പോൾ പുതിയതായ ഒരു സ്ഥിതിവിശേഷം ഉണ്ടായത്, ഗവൺമെന്റുമായി സംസാരിച്ച് സമവായം ഉണ്ടാക്കണമെന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞെങ്കിലും മുഖ്യമന്ത്രി ഗവർണറെ കണ്ട് ഈ വിഷയം ചർച്ച ചെയ്യാൻ തയ്യാറായില്ല. മുഖ്യമന്ത്രി മലബാറിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ മുഴുകിയിരിക്കുകയാണ്. പ്രോട്ടോകോൾ അനുസരിച്ച് യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയാണ് ഗവർണറെ കണ്ട് ഈ വിഷയം ചർച്ച ചെയ്യേണ്ടത്. മാത്രവുമല്ല, ഇത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ, പരമോന്നത കോടതിയുടെ നിർദ്ദേശം കൂടിയാണ്. അത് വേണ്ടത്ര ഗൗരവത്തിലെടുക്കാതെ എന്ന രീതിയിൽ തന്നെ മുഖ്യമന്ത്രിക്ക് പകരം അദ്ദേഹം 2 സഹമന്ത്രിമാരെ നിയോഗിക്കാനുണ്ടായത്. അതിൽ താല്പര്യം കാട്ടാതിരുന്ന ബഹുമാനപ്പെട്ട ഗവർണർ അവരോട് തന്നെ ചോദിച്ചു, മുഖ്യമന്ത്രി എവിടെ? മുഖ്യമന്ത്രിയല്ലേ ഈ വിഷയത്തിൽ ഗൗരവമായി ചർച്ച ചെയ്ത് തീരുമാനമെടുക്കാൻ ബാധ്യസ്ഥനായിട്ടുള്ളയാൾ? അദ്ദേഹമാണല്ലോ അദ്ദേഹത്തിന്റെ താല്പര്യം അനുസരിച്ചുള്ള ഒരു മുൻഗണനാ പട്ടിക ചാൻസലറുടെ പരിഗണനയ്ക്കായിട്ട് അയച്ചത്. അപ്പോൾ അതിനെ ന്യായീകരിക്കുകയോ അല്ലെങ്കിൽ അതിനെ പ്രതിരോധിക്കുകയോ ചെയ്യാനുള്ള ഉത്തരവാദിത്വം സഹമന്ത്രിമാരല്ലല്ലോ ഏറ്റെടുക്കേണ്ടത് എന്ന ഒരു കേവലമായിട്ടുള്ള ഒരു സംശയവും അസ്വസ്ഥതയും ബഹുമാനപ്പെട്ട ഗവർണർ ഇപ്പോൾ പ്രകടിപ്പിച്ചിരിക്കുകയാണ്. ഒരുപക്ഷെ ആ കാരണം കൂടിക്കൊണ്ടാകാം പ്രശ്നം പരിഹരിക്കപ്പെടാതെ ഇപ്പോഴും നിലനിൽക്കുകയും വീണ്ടും അത് സുപ്രീം കോടതിയിലേക്ക് പോയിരിക്കുകയും ചെയ്യുന്നത്.
ഇത് വല്ലാത്ത ഒരു പ്രതിസന്ധി ഉണ്ടാക്കിയിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ആ കേസ് പരിഗണനയ്ക്കെടുത്ത് വീണ്ടും സുധാംശു ശൂലിയ എന്ന് പറയുന്ന കോടതി നിശ്ചയിച്ച സെർച്ച് കമ്മിറ്റി ചെയർമാനോട് 2 പേരുകൾ മുദ്രവെച്ച കവറിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഏൽപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി അത് പരിശോധിച്ച് നേരിട്ട് വരുന്ന ബുധനാഴ്ച ഈ നിയമനം നടത്തും എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്നതായിട്ടുള്ള തീരുമാനം. ഇങ്ങനെയൊക്കെ ഒരു തീരുമാനം ഉണ്ടായാലും ഇത് കേട്ടുകേൾവിയില്ലാത്ത നിലവിലിരിക്കുന്ന എല്ലാ സമ്പ്രദായങ്ങളെയും ആകെ കൂടെ തകിടം മറിക്കുന്ന രീതിയിലുള്ള ഒരു പുതിയ ഒരു സംവിധാനത്തിന് തുടക്കം കുറിക്കുന്നു എന്ന ആശങ്ക വിദ്യാഭ്യാസ വിദഗ്ധരുടെ ഇടയിലും ഭരണകർത്താക്കളുടെ ഇടയിലുമുണ്ട്. സർക്കാരിനെയും ചാൻസലറായ ഗവർണറെയും ഈ കാര്യത്തിൽ നിന്ന് മാറ്റി നിർത്തി ബഹുമാനപ്പെട്ട കോടതി സർവകലാശാലകളുടെ വൈസ് ചാൻസലർ നിയമനം നടത്തുന്നത് ഒരിക്കലും ആശാസ്യമല്ല എന്നുള്ള ആക്ഷേപമാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ ഈ കേസിൽ കക്ഷി ചേർന്ന് അവരുടെ പ്രതിനിധിയില്ലാത്ത ഒരു സെർച്ച് കമ്മിറ്റിയെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് അഭിപ്രായം പുറപ്പെടുവിച്ചു കഴിഞ്ഞിരിക്കുന്നു. കാരണം UGCയുടെ പ്രതിനിധിയും സർക്കാരിന്റെ ചാൻസലറുടെ പ്രതിനിധിയും ബന്ധപ്പെട്ട സർവകലാശാലയുടെ പ്രതിനിധി ഉൾപ്പെടുന്ന സെർച്ച് കമ്മിറ്റിയാണ് യഥാർത്ഥത്തിൽ വൈസ് ചാൻസലറെ നിയോഗിക്കാൻ അധികാരപ്പെട്ടത് എന്ന നിയമം നിലവിലിരിക്കെ അതിനെയെല്ലാം പാടെ അവഗണിച്ചുകൊണ്ട് കോടതി നേരിട്ടിടപെട്ട് സെർച്ച് കമ്മിറ്റിയെ രൂപീകരിക്കുകയും അവരോട് പട്ടിക മുഖ്യമന്ത്രിക്ക് കൊടുക്കാൻ പറയുകയും മുഖ്യമന്ത്രി അതിൽ നിന്ന് മുൻഗണന നിശ്ചയിക്കണമെന്നൊക്കെ പറയുകയും ചെയ്യുന്നത് ഒരിക്കലും കേട്ടുകേൾവിയില്ലാത്തതായിട്ടുള്ള ഒരു സംഗതിയാണ്. ഈ ഒരു സമ്പ്രദായം കേരളത്തിൽ നടപ്പിലായാൽ ഇന്ത്യയിലുള്ള മുഴുവൻ സർവകലാശാലകളിലും ഒരുപക്ഷെ ഈ സംവിധാനം നടപ്പാക്കേണ്ടതായിട്ട് വരും. അപ്പോൾ സർവകലാശാലകളുടെ സ്വയംഭരണാധികാരം പോലും നഷ്ടപ്പെടുന്നതാണ് ഭരിക്കുന്ന സർക്കാരിന്റെ ഇടപെടൽ. മുഖ്യമന്ത്രിക്ക് ഇതിനകത്ത് നേരിട്ട് ഇടപെടാൻ നിലവിലുള്ള ചട്ടം അനുസരിച്ച് അവകാശമില്ല. കാരണം സർവകലാശാലകൾ നേരത്തെ പറഞ്ഞതുപോലെ സ്വയംഭരണ സ്ഥാപനങ്ങളാണ്. അക്കാദമിക താല്പര്യം മാത്രമേ അവർ പുലർത്താൻ പാടുള്ളൂ. മാറി മാറി വരുന്ന സർക്കാരുകളുടെ ഇംഗിതമനുസരിച്ച്, രാഷ്ട്രീയ പാർട്ടികളുടെ ഇംഗിതമനുസരിച്ച് സർവകലാശാലകൾ പ്രവർത്തിക്കാൻ പാടില്ല എന്ന അലിഖിതമായ നിയമം ഇരിക്കുകയാണ് ഇപ്പോൾ ചാൻസലറായ ഗവർണറെയും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയെയും സർക്കാരിനെയും ഒക്കെ അവഗണിച്ചുകൊണ്ട്, ചാൻസലറെയും അവഗണിച്ചുകൊണ്ട് ഈ നിയമനം സുപ്രീം കോടതി ഏറ്റെടുത്തിരിക്കുന്നത്. എന്തായാലും ഇത് കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്ന് തന്നെ വേണം കരുതാൻ. പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടായിട്ടില്ല. സർവകലാശാലകളുടെ ഭരണസ്തംഭനം തുടരുന്നു. സർവകലാശാലകളുടെ വികസനം തടസ്സപ്പെട്ടിരിക്കുന്നു. കോടിക്കണക്കിന് രൂപയുടെ UGC സഹായം നേടിയെടുക്കാൻ പൂർണ്ണസമയ വൈസ് ചാൻസലർമാർ ഇല്ലാത്തതുകൊണ്ട് കഴിയുന്നില്ല. വിദ്യാർത്ഥികളുടെ സർട്ടിഫിക്കറ്റ് ഒപ്പിടാനുള്ള ബുദ്ധിമുട്ടുകളുടെ വൈസ് ചാൻസലർ ഒപ്പിടാതെ വിദ്യാർത്ഥികൾക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾ വാങ്ങി ഉയർന്ന പഠനത്തിനും ജോലിക്കുമൊക്കെ പോകാൻ കഴിയാതെ വരുന്നു. രക്ഷിതാക്കൾ ആശങ്കയിലാണ്. സർവകലാശാലകളുടെ പ്രവർത്തനം സ്തംഭിച്ചിരിക്കുകയാണ്. അതിലൊക്കെ ഒരു പരിഹാരം കാണുമെന്ന് ന്യായമായ രീതിയിൽ ജനാധിപത്യ വ്യവസ്ഥയിൽ നിലവിലിരിക്കുന്ന ചട്ടമനുസരിച്ച് നടക്കുമെന്നുള്ള പ്രതീക്ഷയൊക്കെ അസ്ഥാനത്തായിരിക്കുന്നു. എന്തായാലും കോടതികൾ ഇടപെട്ട് വൈസ് ചാൻസലർമാരെ നിയമിക്കുന്ന ഒരു രീതി ആശാസ്യമല്ല എന്നുള്ളതാണ് പൊതുവെയുള്ള അഭിപ്രായം. അതിന്മേൽ അന്തിമമായ ഒരു തീരുമാനം ഇനിയും ഉണ്ടാകുന്നത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി അവസാനമായിട്ട് ഇതിൽ നിർദ്ദേശം നൽകുമ്പോൾ മാത്രമേ ഉള്ളൂ. അതിനായി ബുധനാഴ്ച വരെ കാത്തിരിക്കേണ്ടി വരുന്നു എന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യം. മുഖ്യമന്ത്രി പോയി ബഹുമാനപ്പെട്ട ഗവർണറുമായി സംസാരിച്ചൊരു പക്ഷേ ഇനിയുമെങ്കിലും അങ്ങനെ ഒരു ശ്രമം നടത്തുകയാണെങ്കിൽ കാര്യങ്ങൾക്ക് ഒരു പരിധി വരെയെങ്കിലും ഒരു തീരുമാനം ഉണ്ടായേക്കും എന്നാണ് കരുതുന്നത്. മുഖ്യമന്ത്രി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മുഴുവൻ വ്യാപൃതനായിരിക്കുന്നു. ഇന്നോടുകൂടി തെരഞ്ഞെടുപ്പുകൾ പൂർണ്ണമാവുകയാണ്. മുഖ്യമന്ത്രി എത്രയും വേഗം തലസ്ഥാനത്ത് തിരിച്ചെത്തി ചാൻസലറായ ഗവർണറുമായി ചർച്ച ചെയ്ത് ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കണം എന്നാണ് കേരളത്തിലെ പൊതുസമൂഹവും ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും ആഗ്രഹിക്കുന്നത്.